ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി എളുപ്പമായിട്ടുള്ള ചിക്കൻ കറിയായിരുന്നു. എല്ലാം ഷടബേന്നായിരുന്നു പറയില്ലേ, അതുപോലെയായിരുന്നു. ചിക്കൻ കിട്ടി വൈകുന്നേരം രാത്രി കണ്ടായിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം വിശപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് കണ്ണി കണ്ട പൊടികളെല്ലാം വാരി വലിച്ചിട്ട് കൂട്ടത്തിൽ മീൻ മസാല എങ്ങാനും ഇട്ടോ എന്നൊരു സംശയം തോന്നി. ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെയും ബാക്കി ഉണ്ടായിരുന്ന പൊടികളോ അതും ഇതുമൊക്കെ വാരി വലിച്ചിട്ട് അതൊന്ന് കളറാക്കി എടുത്തു. എന്നിട്ട് മതിയാവാണ്ട് കുറച്ച് വറുത്തിടാമെന്ന് വിചാരിച്ച് വീണ്ടും എടുത്ത പൊടികളൊക്കെ കൂടി പിന്നെ എടുത്ത് അതിൻ്റെ ഉള്ളിലിട്ട് വേറൊരു പാത്രത്തിലെടുത്ത് വെച്ചു. കുറച്ച് കഴിയുമ്പോൾ വരട്ടാലോ. ഇനിയാണ് ട്വിസ്റ്റ്. രണ്ട് തരത്തിലുള്ള സവാളയാണത്. ഒന്ന് വൈറ്റ് കളറും ഒന്ന് നമ്മുടെ നോർമൽ കളറും. ഇത് രണ്ടും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. എനിക്ക് അത് ഇതിനപേക്ഷിച്ച് കുറച്ചും കൂടി ഈ ഫ്ലേവർ കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ തോന്നലാണോ എന്നാണ് അറിയില്ലാത്തത്. അങ്ങനെ കുറച്ച് സവാളയും തക്കാളിയും കുറച്ച് പച്ചമുളകും കുറച്ച് കാശ്മീരി മുളകും അതും ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ബാക്കിയൊക്കെ എടുത്ത് ശരപടി അരിഞ്ഞ് എല്ലാം റെഡിയാക്കി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. വീഡിയോ ഇത്ര സ്പീഡിൽ പോകണം. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് എഴുതിയതാണ്. ഉരുളി ചൂടായി വെറുതെ എണ്ണ തിളച്ച് പോകാനുള്ളത് വെച്ചപ്പോൾ 2 പപ്പടങ്ങൾ കാച്ചി. ഞാൻ മിസ്റ്റർ കുഞ്ഞിക്കരേനെ പോലെ സങ്കടം വന്നാലും സന്തോഷം വന്നാലും കുറേ വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ തിന്നും. ആർക്കും കൊടുക്കില്ല. അതാണ് എൻ്റെ പ്രചാരം. പക്ഷേ ഇതെല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ആരും പേടിക്കണ്ട. അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി, അതായത് നമ്മളുണ്ടാക്കിയ സവാള തക്കാളി എല്ലാ സംഭവങ്ങളും കൂട്ടിയൊന്ന് വഴറ്റിയിട്ട് അതൊന്ന് ചൂടാറാൻ വെച്ചു. ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിലാണ് ചിക്കൻ ഉണ്ടാക്കണം. എളുപ്പം വെന്ത് കിട്ടുമല്ലോ, പിന്നെ കാത്തിരിക്കണ്ടല്ലോ. ആദ്യമായിട്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയിട്ട് ചിക്കൻ സൂപ്പ് പോലെ വെന്തു പോയത്. അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ കുക്കറിൽ ഉണ്ടാക്കാൻ പേടിയായിരുന്നു. പിന്നെ പതുക്കെ നമ്മൾ പഠിച്ചു. അനുഭവങ്ങൾ പാളിച്ചകളെന്നാണല്ലോ നമ്മളെ സൂര്യനോട് പറഞ്ഞ പോലെ. അങ്ങനെ ഈ ശുബൂഷി ബാക്കിയെല്ലാം ഇട്ട് വരട്ടി റെഡിയാക്കി ചിക്കനും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് ആ കുക്കറിൻ്റെ അടപ്പും മൂടി വെച്ചപ്പോൾ കിട്ടിയൊരു സന്തോഷം വേറെ ഒന്നുമില്ല. ഇനി പിന്നെ വിസിലടിക്കണം നോക്കിയിരുന്നാൽ മതിയല്ലോ, അല്ലാണ്ട് ചട്ടിയിലേക്ക് നോക്കിയിരിക്കണ്ടല്ലോ. എന്നിട്ടും കളർ പോരാന്ന് എരിവ് പോരാണ്ട് എന്തോ തോന്നിയിട്ടാണോ ഞാൻ പിന്നെയും കുറച്ചും കൂടി സാധനങ്ങൾ വരട്ടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും കഴിച്ചു. ആർക്കൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയും പപ്പടമൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. അപ്പോൾ അത്ര